അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം ഏവരും നമ്മുടെ ദിവസങ്ങളിലെ വളരെ ബഹുമാനം നൽകുന്ന ഒരു ദിവസമാണല്ലോ വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത്. ആ ദിവസം മറ്റുള്ള ദിവസങ്ങളെ പോലെയല്ല, മറ്റുള്ള ദിവസങ്ങൾക്കുള്ള നേതാവാണ് എന്നാണല്ലോ നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ള ദിവസങ്ങളിലേറെ ഇബാദത്ത് ആ ദിവസം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്താൽ അതിന് ധാരാളം പ്രതിഫലം മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചകളിൽ വെള്ളിയാഴ്ച ദിവസം നമുക്കൊരു ദിവസം അത് നഷ്ടപ്പെടാൻ പാടില്ല. അന്ന് നമ്മൾ തയ്യാറായിരിക്കണം. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നുള്ളത്. ഒരിക്കലും പോലും നാം അതിനെ നഷ്ടപ്പെടുത്തരുത്. അതിനെ നാം നിസാരതയോടുകൂടെ കാണരുത്. എന്തുമാത്രം മഹത്വങ്ങളാണ് സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ലൈലത്തുൽ ജുമുഅത്തി ഔ യൗമിൽ ജുമുഅത്തി, ഒരാൾ ജുമാ ദിവസത്തിന്റെ രാത്രിയിലോ പകലിലോ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മഹാന്മാർ പറഞ്ഞൊരു 3 അൽ കഹ്ഫെങ്കിലും ഓതണമെന്നാണ്. ചുരുങ്ങിയത് 3 പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊന്നുമല്ലെങ്കിൽ ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതില്ലേ? അതേ, വെള്ളിയാഴ്ച രാത്രിയിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, വെള്ളിയാഴ്ച പകലിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ രാത്രിയിലല്ലെങ്കിൽ പകലിൽ ഏതെങ്കിലും ഒരു സമയത്ത് അൽ കഹ്ഫ് ഓതാൻ തൗഫീക്ക് കിട്ടിയാൽ അവന് നൽകപ്പെടും നൂറും പ്രകാശം. അവന്റെ ജീവിതത്തിൽ, അവന്റെ മുഖത്ത് വലിയൊരു ബർക്കത്ത് അവനുണ്ടാകും. ഏത് രീതിയിൽ? മിൻ ഹൈസു യഖ്റഉ ഇലാ മക്കത്തിൻ, എത്രയോ വിദൂരത്തിലേക്ക് അടിച്ചു വീശുന്ന രീതിയിലുള്ള പ്രകാശമുണ്ടാകുമെന്നാണ് മുത്തുനബി പഠിപ്പിക്കുന്നത്. ഇതൊന്നും വെറുതെ അല്ലല്ലോ മുത്തുനബി പറഞ്ഞു തരുന്നത്. ഈമാനോടുകൂടെ യഖീനോടുകൂടെ മുത്തുനബി പറഞ്ഞതിനൊക്കെ വിശ്വസിച്ചു കൊണ്ടുവരാൻ സൂറത്തുൽ കഹ്ഫ് ഓതുന്നുണ്ടോ അവന്റെ ജീവിതത്തിൽ വലിയ പ്രകാശം, വലിയ ബറക്കത്തുണ്ട് എന്ന് മുത്തുനബി പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, വഗഫറ ലഹു ഇലാ യൗമിൽ ജുമുഅത്തിൽ ഉഖ്റ, അടുത്ത ജുമാ വരെ അവന് എല്ലാം പാപങ്ങളും പൊരുത്തപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ഇനി അടുത്ത ഒരാഴ്ച എന്തു ചെയ്താലും അള്ളാഹു മാഫ് ചെയ്യുമെന്നുമെന്നല്ല. അത് ഈ അൽ കഹ്ഫ് നല്ല രീതിയിൽ ഓതിയിട്ട് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലത്താൽ അള്ളാഹു ഒരാഴ്ച ഒരു ദോഷം അവന് ചെയ്യാൻ അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കൂല. അതിനൊക്കെ വിട്ടുനിൽക്കാനുള്ള ചിന്തകൾ, അവസരങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ടോ വസല്ല അലൈഹി സബഊന അൽഫ മലക്കിൻ, സുബ്ഹാനല്ലാഹ്, 70,000 മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുത്തുനബി പറഞ്ഞതാണ്. വെറുതൊന്നുമല്ലല്ലോ. അതേ, നല്ല രീതിയിൽ അൽ കഹ്ഫ് പോലെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിന് ഇഷ്ടമുള്ള രീതിയിൽ ആയിട്ടുണ്ടെങ്കിൽ അവന്റെ ഖജനാവിൽ ഒന്നും കുറവില്ലല്ലോ. ആ അൽ കഹ്ഫ് ഓതിയതിന് വേണ്ടി അള്ളാഹു 70,000 മലക്കുകൾ അള്ളാഹു നിയമിക്കുമത്രേ. അവൻ ഇസ്തിഗ്ഫാറിന് വേണ്ടി, എല്ലാ ദോഷങ്ങളും പുറത്തു കിട്ടാൻ വേണ്ടി, എല്ലാ നല്ല കാര്യങ്ങളും അവനക്ക് കിട്ടാൻ വേണ്ടി, എല്ലാ ബലാഇനും അവനെ തട്ടാൻ വേണ്ടി മലായികകൾ അവന് വേണ്ടി കാവലിന് വേണ്ടി ചോദിക്കുമെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. അതേ, മാരകമായ രോഗത്തിൽ നിന്ന്, മിനൽ ജുദാമി വൽ ബർസി വഫിത്നത്തി ദജ്ജാൽ, അങ്ങനെ ധാരാളം ഫിത്നയിൽ നിന്നും, അതേ മാരകമായ രോഗത്തിൽ നിന്നൊക്കെയും അവനെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാണെന്നും മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് ശരി വിഷയമൊന്നുമല്ല, ഗൗരവത്തോടു കൂടെ കാണേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രമാത്രം ശ്രേഷ്ഠതകളാണ് വെള്ളിയാഴ്ച ദിവസം നാം ഓതുന്ന അൽ കഹ്ഫിനെ കുറിച്ച്, അതിന്റെ പോരിശയെക്കുറിച്ച്, അതിന്റെ മഹത്വത്തിനെ കുറിച്ച് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. ശരി വിഷയമൊന്നുമല്ലല്ലോ, ഗൗരവത്തോടു കൂടെ കാണുക. തീർച്ചയായും മുത്തുനബി പറഞ്ഞ ആ എല്ലാ ശ്രേഷ്ഠതകൾ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.